രണ്ടാം ഭാര്യ രചന DP. സീത, എനിക്കൊരു സംസാരിക്കാനുണ്ട്. സീത മുഖമുയർത്തി നോക്കി. മുന്നിൽ നിന്ന് രാമേട്ടന്റെ കുഴിഞ്ഞ കണ്ണുകളിൽ തളം കെട്ടിയെന്ന ദുഃഖം സീതയിലേക്കും പടർന്നു. തന്നോട് എന്തു പറയാനാവുമെന്നൊരു ഉത്കണ്ഠയോടെയാണ് എഴുന്നേറ്റത്. ചെയർ പിന്നിലേക്ക് തള്ളി വഴിയുണ്ടാക്കി മുന്നോട്ട് നടക്കാൻ തുടങ്ങവേ മേശയുടെ കാലിനരികിൽ വെച്ച ബാഗിന്റെ വളിയിൽ മുടന്തിയ കാൽ കുരുത്തതറിയാതെ ഒന്ന് വേശുപോയി. രാമേട്ടൻ ശാസനയോട് പിടിച്ചുയർത്തി. എന്താ സീത ഇത്? ചെറിയൊരു പുഞ്ചിരി പരിഭ്രമത്തിൽ കുതിർത്തു നൽകുന്നതിൻ്റെ ഇടക്ക് തറയിലിരുന്ന ബാഗ് തന്റെ ചെയറിലേക്ക് വെച്ച് രാമേട്ടൻ എന്താണ് പറയാനുള്ളത് എന്ന ചിന്ത വിട്ട് സീതേച്ചി എന്ന് വിളിച്ച് ഓടിവരുന്ന പ്രഭയുടെ മുഖം ഓർത്തെടുത്തു. മറവിയുടെ ഏടിൽ മുങ്ങിപ്പോകാൻ മാത്രം കാലമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പ്രഭ തീർത്ത ശൂന്യതയിൽ നിന്ന് രാമേട്ടൻ ഇനിയും തിരികെ നടന്നു തുടങ്ങിയിട്ടില്ല. 3 മാസം മുമ്പ് ക്ഷേത്ര ദർശനത്തിനിടയിൽ കുഴഞ്ഞു വീണ് മരിച്ച പ്രഭയോർക്ക് അസൂയ തോന്നിപ്പോയി. ഇപ്പോഴും മരണം വിതച്ച തണുപ്പിൽ ചുരുണ്ടുകൂടി കിടക്കാൻ അവർക്കൊരു കുടുംബമുള്ളതിൽ, മരിച്ചിട്ടും പ്രാണനായി സ്നേഹിക്കാൻ ഒരു ഹൃദയമുള്ളതിൽ. വീണ്ടും സീത എന്ന വിളി ഉയർന്നപ്പോൾ രാമേട്ടൻ എന്താണ് പറയാനുള്ളതെന്നറിയാത്ത ആകാംക്ഷയോടെയാണ് പിന്നാലെ ഇറങ്ങിയത്. ഉള്ളിൽ പ്രഭയുടെയും രാമേട്ടന്റെയും നർമ്മ സംഭാഷണങ്ങളും പൊട്ടിച്ചിരികളും മാത്രം നിറഞ്ഞു നിന്നു. ദൈവത്തിന് അസൂയ തോന്നിയിട്ടുണ്ടാവും. വായനശാലയുടെ അരികിലുള്ള ചാഞ്ഞ അമ്മച്ചി പ്ലാവിന്റെ കൊമ്പിൽ കൈയെത്തിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അയാൾ സംഘർഷത്തിലാണെന്ന് മനസ്സിലായി. രാമേട്ടാ. അയാളൊന്ന് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. വീണ്ടും പഴയ പോലെ നിന്നു. മുഖത്ത് നോക്കി ചോദിക്കാനൊരു മടിയുണ്ടായിരുന്നു. പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്നറിയില്ല. തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടട്ടെ? പെട്ടെന്ന് കേട്ട ചോദ്യം ഹൃദയം സ്തംഭിച്ചു. ഉള്ളിലേക്ക് ഓടി വന്ന് 23ഉം 16ഉം വയസ്സുള്ള 2 കുട്ടികളുണ്ടായിട്ടും ഇന്നും മധുവിധുവിന്റെ താളത്തിൽ മുന്നോട്ട് ജീവിച്ച ദമ്പതികളുടെ മുഖമായിരുന്നു. ഒരാളുടെ വേർപാട് മറ്റൊരാളെ എത്രത്തോളം തകർത്തു എന്ന് തൊട്ടടുത്തുനിന്ന് കണ്ടറിഞ്ഞതാണ്. താൻ ഒരുപാടൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. തൻ്റെ അംഗവൈകല്യവും ഒരു കുഞ്ഞിനെ ഉദരത്തിൽ പെറാൻ പോയിട്ട് താലി കെട്ടുന്ന പുരുഷന്റെ ആഗ്രഹങ്ങൾ പോലും സാധിച്ചു കൊടുക്കാൻ കഴിയില്ലെന്ന ബോധമുള്ളതുകൊണ്ട് വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് ഒതുങ്ങിക്കൂടിയതാണെന്ന് എനിക്കും അറിയാം. ആ ഒരൊറ്റ കാരണം കൊണ്ടാ ഞാനിപ്പോൾ തന്നെ മുന്നിൽ നിൽക്കുന്നത്. എനിക്കൊരു വീടുണ്ട്, 2 മക്കളുണ്ട്. പ്രായമായ എൻ്റെ അമ്മയ്ക്കോ മറ്റ് സഹോദരങ്ങൾക്കോ എനിക്ക് വേണ്ടി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങൾക്കും പരിമിതികളും ഉണ്ട്. പ്രഭയെ പോലെ ആവില്ല ആരും. അവളുടെ സ്ഥാനത്തേക്കല്ല ഞാൻ തന്നെ വിളിക്കുന്നത്. എൻ്റെ വീട്ടിലൊരു പെണ്ണ് വേണം. എൻ്റെ മക്കളുടെ കാര്യങ്ങൾ നോക്കി സ്നേഹത്തോടെയും ശാസനയോടെയും നിൽക്കാൻ തനിക്കതിന് കഴിയുമെന്ന് ഉള്ളം പറയുന്നുണ്ട്. സ്വാർത്ഥതയില്ലാതെ അത്യാഗ്രഹമില്ലാതെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ അതിനുള്ള അവകാശം ഒരു താലിയായിട്ട് ഞാൻ നൽകാം. തീരുമാനം ആലോചിച്ച് പറഞ്ഞാൽ മതി. വാഗ്ദാനങ്ങളൊന്നും നൽകാനില്ല. പക്ഷെ നിന്റെ വീട്ടിലെ പോലെ കുത്തുവാക്കുകൾ അവഗണന ഉണ്ടാവില്ല. ആരും ഇറക്കി വിടില്ല. മറ്റുള്ളവരെ പോലെ എല്ലാ അവകാശങ്ങളും ഉണ്ടാവും. തിരിഞ്ഞു നോക്കാൻ നടന്നീങ്ങുന്ന രാമേട്ടന്റെ വാക്കുകൾ സൃഷ്ടിച്ച പകപ്പിലായിരുന്നു സീത. സമ്മതിക്കും മോളെ എന്ന് തളർന്ന സ്വരത്തിൽ മാത്രം സാറ് പറഞ്ഞപ്പോൾ സീത മുഖം കുനിച്ചു. സ്വന്തം വീട്ടിൽ വേലക്കാരിയെ പോലെ കഴിയുന്നതിലും നല്ലതല്ല ഇങ്ങനെയൊന്ന്. ഈ ജോലി കൂടി ഇല്ലാണ്ടായ നാളെ നീയൊന്ന് കിടന്നുപോയ ആരും ഉണ്ടാവില്ല സീതേ. രാമകൃഷ്ണൻ നല്ലവനാ. പ്രഭയുടെ എല്ലാ നന്മകളും പകർന്നിട്ടിയ മക്കളും. പ്രഭയ്ക്ക് പകരമില്ല. ആർക്കും ആരും പകരക്കാരും ആവില്ല. പക്ഷേ തളർന്നു പോകുമ്പോൾ താങ്ങി നിർത്താൻ കഴിയുന്നത് പുണ്യ. രാമകൃഷ്ണന് ഭാര്യയുടെ സ്ഥാനത്ത് പ്രഭയല്ലാതെ ആരും ഉണ്ടാവില്ല. അയാളുടെ നരകിച്ച ജീവിതം കണ്ട് മക്കൾ ഉൾപ്പെടുത്തിയ തീരുമാനമാണ് വിവാഹം. അവന് വേണ്ട കൂട്ടിനൊരാളാ. നിനക്ക് വേണ്ടി അങ്ങനെ ഒരാള്. അവന്റെ വീടിന് പുതുവിളക്കാൻ നിനക്ക് കഴിയും. ആലോചനകൾക്കൊടുവിൽ ഉള്ളിലെ മാതൃഹൃദയം പുറത്തേക്ക് ചാടി. സ്നേഹം കൊടുത്താൽ കിട്ടുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. പക്ഷെ പ്രഭയുടെ പ്രണയവും ദാമ്പത്യവും സന്തോഷവും താൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും തന്നെ ആ മക്കൾ അമ്മയെന്ന് വിളിക്കുമോ? വെറുപ്പുണ്ടാവുമോ? വലിയ ആൺകുട്ടികളല്ലേ. ചിന്താഭാരം കൊണ്ട് കാറുകൾ കിടർച്ച കൂടിക്കൊണ്ടിരുന്നു. പതിവ് പോലെ ലൈബ്രറി പൂട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ടു ബൈക്കിൽ ചാരിയിരിക്കുന്ന 23-കാരനെ. പ്രഭയുടെ മകൻ പ്രവീൺ. ഉള്ളിൽ എന്ത് വികാരം നിറയുന്നെന്നറിയാതെ മുടന്നി മുന്നോട്ട് നടന്നു. സീതമ്മേ. ആദ്യത്തെ വിളി സീതമ്മേ എന്ന്. അവരിലെ മാതൃഹൃദയം ഒരിറ്റ് കണ്ണുനീർ തൂവി. നീക്ക് എതിർപ്പില്ലാട്ടോ. എന്റെ പെണ്ണൊന്ന് കയറുമ്പോൾ അവൾക്ക് നിലവിൾ കൊടുത്ത് അകത്തേക്ക് കയറ്റാൻ സീതമ്മക്ക് സമ്മതാണെങ്കിൽ. സീത അമ്പരപ്പോടെ അവനെ തിരിഞ്ഞു നോക്കി. 6 മാസം മുമ്പ് പ്രവീണിന്റെ വിവാഹം കൂടെ പഠിച്ച പെൺകുട്ടിയുമായി ഉറപ്പിച്ചതാണ്. അമ്മയുടെ മരണം പറഞ്ഞ് നാട്ടിലെത്തിയ പ്രവീൺ പിന്നീട് ഗൾഫിലേക്ക് തിരികെ പോയിരുന്നില്ല. എൻ്റെ അനിയൻ ചെറിയ കുട്ടിയാ. തിരികെ പോയാൽ ഞാനും തിരക്കിലാവും. അച്ഛൻ്റെ കാര്യം അറിയാലോ. നാട്ടിലെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നതിനിടക്ക് വീട്ടിലെ കാര്യം മറക്കും. പക്ഷെ അവനൊരു അമ്മയുടെ കരുതൽ കൂടിയേ തീരൂ. അതിനേക്കാൾ അച്ഛനൊരു കൂട്ടും വേണം. ഞങ്ങൾക്ക് വിവാഹം ചെയ്ത് സ്വന്തം കാര്യം നോക്കിക്കഴിയുമ്പോൾ അച്ഛൻ തനിച്ചാവില്ലേ? മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പ്രായത്തിലൊരു വിവാഹം അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കൂടിയില്ല. അതിനേക്കാൾ പ്രണയം കൊണ്ട് സമ്പുഷ്ടമായൊരു ജീവിതം നയിച്ചയാളുടെ ഒപ്പം ആ പതർച്ച മാത്രമാണ് തെളിഞ്ഞെന്ന്. ചോദ്യത്തിന് ഉത്തരം പ്രതീക്ഷിച്ച് ഉയർന്നിരുന്ന ക്ഷീണിച്ച കണ്ണുകളിലേക്ക് നോക്കി സീത കൺചിമ്മി. അമ്മയുടെ നെറ്റിയിലേക്ക് വീണ നരവീണ മുടികൾ ഒതുക്കി ചുണ്ടു ചേർത്തു. സമ്മതം. പ്രായം എത്ര കൂടിയാലും ഒരമ്മയ്ക്ക് മകളെന്നും ചെറിയ കുട്ടിയാണെന്ന് ആ മുഖത്തെ സന്തോഷം വിളിച്ചോതി. ആരെയും നോക്കാതെ മുറിയിൽ കയറിയിരുന്നു. ഉള്ളം ഭീതിയിൽ ഉഴറി. ആരെയാണ് പേടിക്കുന്നത്, എന്തിനെയാണ് പേടിക്കുന്നത് അറിയില്ല.
പേടിയുടെ കാരണം പോലും അറിയില്ല. ഇങ്ങനെയൊന്നും ചിന്തിക്കാതെ പോയതിൻ്റെ പരിഭ്രമമാവാം. ആഗ്രഹിച്ച, മോഹിച്ച, സ്വപ്നം കണ്ടൊരു കാലമുണ്ടായിരുന്നു. എന്നും സ്വപ്നങ്ങളായി മാത്രം അവശേഷിക്കുകയുള്ളൂ എന്ന് ഉറപ്പുള്ളൊരു കാലം ഓടിക്കിതച്ച് മുന്നിൽ എത്തപ്പെട്ടിരിക്കുന്നു. പച്ചപ്പ് നിറഞ്ഞൊരു പാടം മുന്നിലുണ്ട്. കളകൾ പിഴുത് പരിപാലിച്ചാൽ സമൃദ്ധിയോടെ ഉണ്ണാനുള്ള നൽകാമെന്ന വാഗ്ദാനത്തോടെ തന്റെ മുറിയിലിരിക്കുമ്പോൾ കുഞ്ഞൂട്ടന്റെ ഉയർന്ന ശബ്ദം ആദ്യമായി കണ്ണുകളെ ഈറനണിയിച്ചു. ഈ വയസ്സാം കാലത്ത് കെട്ടണമെന്ന് അച്ഛന്റെ പെങ്ങൾക്ക് പറയാൻ നാളല്ലേ? അതിന് താളം തുള്ളാൻ മറ്റുള്ളവരും. കല്യാണം വേണ്ടത് പറഞ്ഞ് സ്വയം ഒതുങ്ങിക്കൂടിയതല്ലേ? അല്ലാണ്ട് ആരും പിടിച്ചിരുത്തിയിട്ടില്ലല്ലോ. അത് കേൾക്കിയ സീതാലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു. അതിനിടയിൽ പുഞ്ചിരിച്ചുകൊണ്ട് അവർ തന്റെ അലമാരയുടെ അടിത്തട്ടിൽ ഒളിപ്പിച്ചു വെച്ച ഒരു കവർ വലിച്ചെടുത്തു. അതിൽ നിന്നും പൊന്മാൻ നീല കളർ കരയുള്ള സെറ്റ് മുണ്ടും എടുത്ത് മൂക്കോട് ചേർത്തു. ഹൃദയം മന്ത്രിച്ചു. അന്നിത് കൈനീട്ടി വാങ്ങുമ്പോൾ അറിഞ്ഞിരുന്നില്ല ഇതെന്റെ മന്ത്ര കൂടിയായി മാറുമെന്ന്. നിറഞ്ഞ കണ്ണുകളിൽ ആ നിമിഷം തെളിഞ്ഞു വന്നു. തനിക്ക് നേരെ നീട്ടിയ കൈകളുടെ ഉടമ സുപ്രഭ, രാമേട്ടന്റെ പ്രഭ. വാർഡ് മെമ്പർ എന്നതിൽ കവിഞ്ഞൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു. വായനശാലയുടെ വാർഷികത്തിൽ നിറച്ച വസ്ത്രം ധരിച്ചെത്തിയ സീതാലക്ഷ്മിയെ കണ്ട് തൊട്ടടുത്ത ജംഗ്ഷനിലുള്ള ടെക്സ്റ്റൈൽസിലും തനിക്കായി വാങ്ങിയ പുതുവസ്ത്രം നീട്ടുമ്പോൾ ആ കണ്ണിൽ തെളിഞ്ഞ സഹതാപമായിരുന്നു. എൻ്റെ പൊന്ന് സീതേശി, നിങ്ങൾ എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണ്. എനിക്കറിയാം ഇതുകൊണ്ട് ചെല്ലുമ്പോൾ നാത്തുമാർ പിടിച്ചെടുക്കുമെന്ന്. അതുകൊണ്ട് ഇത് ആരും കാണാൻ ഒളിപ്പിച്ചു വെച്ചിട്ട് സപ്താഹത്തിന് വരുമ്പോൾ കൊടുത്താൽ മതി. എന്തിനാ പ്രഭ ഇതൊക്കെ? മുടന്തിയായി എനിക്ക് ഒരുങ്ങി നടക്കാൻ പൂതിയൊന്നുമില്ല. സെറ്റും മുണ്ടും കയ്യിൽ പിടിച്ച് നിറഞ്ഞ മിഴികളോടെ എന്തോ ഓർത്തുന്ന സീതയുടെ തോളിൽ സഹോദരന്റെ ഭാര്യ തട്ടി വിളിച്ചു. എന്താലോചിച്ച് നിൽക്കുക? ദാ ഈ സാരി എടുത്തോ, അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാ. മെറൂൺ കളർ പട്ട് സാരിയാണ് സീതയുടെ കണ്ണു മഞ്ഞളിച്ചു. വിവാഹം ഏതായാലും പട്ടുപുടവ് വേണമല്ലോ. എന്നേ മങ്ങിയ ഹൃദയം ഒരിക്കലും ഈ നിറത്തിൽ തെളിയില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് ആ സാരിയിൽ വിരലോടിച്ചു. മുന്നിൽ ആ സാരി എടുത്ത് പ്രഭ വന്ന് നിൽക്കുന്ന പോലെ സീതയ്ക്ക് തോന്നി. പൊള്ളിയതുപോലെ അവർ ആ കൈ പിൻവലിച്ചു. ഒഴിഞ്ഞ കഴുത്തോടെ സെറ്റും മുണ്ടും മാത്രം ധരിച്ചവർ പുറത്തേക്ക് ഇറങ്ങി. സാരി എന്താ ഉടുക്കാതിരുന്നെന്ന് സഹോദരന്റെ ചോദ്യം ഉയരുമ്പോൾ 17-ആരുടെ കല്യാണം ഒന്നല്ലല്ലോ, അയാൾക്ക് വീട്ടു ജോലിക്ക് ഒരാൾ, അതല്ലേ എന്ന് നാത്തുവിന്റെ പുച്ഛം ഉയർന്നു കേട്ടു. അകമ്പടിയോടെ മറ്റു നാത്തുമാരുടെ ചിരിയും. ദേവി വിഗ്രഹത്തിന് മുമ്പിൽ കൈകൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ പ്രഭയുടെ മുഖം മാത്രമായിരുന്നു. നീണ്ട താരമാലയിൽ ഒരു താലിലെ താലി ഒഴിഞ്ഞ കഴുത്തിൽ വീഴുമ്പോൾ തണുപ്പേറ്റ് സീത ഞെട്ടിയിരുന്നു. ഇങ്ങനെയൊന്ന് ഈ പ്രായത്തിൽ തേടിയെത്തിയതിന്റെ ആനന്ദമാവാം കണ്ണീരായി ഒഴുകിയിറങ്ങി. നേരത്തെ പുഞ്ചിരി നൽകി രാമേട്ടൻ പിൻവാങ്ങുമ്പോൾ ഒപ്പമെത്താനുള്ള വേഗത കാലുകൾക്കുണ്ടാവണേ എന്ന പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തന്റെ ചെറിയ വീട്ടിൽ നിന്നും കൊട്ടാര സദൃശ്യമായിരുന്നില്ല വീണ്ടുമ്പിൽ നിൽക്കുമ്പോൾ ഉള്ളം പതറിയിരുന്നു. ആ വീട്ടിൽ പ്രഭയുടെ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്ന പോലെ തോന്നി. അതൊരു ആശ്വാസമായിരുന്നു. ശരീരം പങ്കുവെക്കാതെ ഭാര്യയും സുഹൃത്താകുവാനും പ്രസവിക്കാതെ അമ്മയാവാനും സീതയ്ക്ക് കഴിഞ്ഞു. സ്വാർത്ഥതയില്ലാത്ത സ്നേഹം കൊണ്ട് ചുറ്റും നിന്നവരെ മൂടിയപ്പോൾ ജീവിതത്തിൽ ഇതുവരെ കിട്ടാതിരുന്ന പരിഗണനകൾ അവരെ തേടിയെത്തി. അമ്മ എന്ന വിളിയിലെ മാധുര്യം, കാലുതൊട്ട് വന്നിക്കുന്ന മകന്റെ നെറുകയിൽ അനുഗ്രഹം എന്ന പോലെ വലം കൈയും സ്നേഹം എന്ന പോലെ ചുണ്ടും ചേർക്കാനുള്ള ഭാഗ്യം. ചെറിയൊരു പനി വന്നാൽ മരുന്ന് കഴിക്കാൻ നിർബന്ധിക്കുന്ന ശാസിക്കുന്ന പുരുഷന്റെ സാമീപ്യം. ഓരോ കാര്യങ്ങളിലും അമ്മയുടെ സ്ഥാനം നൽകി ആദരിക്കുന്ന മരുമകളും കുടുംബവും. എന്തിനീ ഈ പ്രായത്തിൽ ഒരു വിവാഹം എന്ന ചോദ്യം ഉയർത്തിയവർക്കുള്ള മറുപടി തെളിഞ്ഞ ഉള്ളത്തോടെ സീത പ്രഭയുടെ ചിത്രത്തിന് മുമ്പിൽ തിരിതെളിയിച്ചു. ഒരിക്കലും സ്വന്തമായൊരു കുടുംബം ഉണ്ടാകുമെന്ന് ചിന്തിക്കാത്ത ഒരുവൾക്ക് വൈകി കിട്ടിയ വിലയേറിയ ബന്ധങ്ങൾ നന്ദി ചൊല്ലുവാനുള്ളത് ആത്മാവിനോട് മാത്രമാണ്. രാമേട്ടന്റെ ഹൃദയത്തിൽ തനിക്ക് സ്ഥാനം നേടിത്തന്നതിൽ അത് പ്രഭയോളമില്ല. ഏറ്റക്കുറച്ചിലുകളില്ലാതെ നിൽക്കുന്ന സ്ഥിരമായൊരിടം മാത്രം. പരാതികളില്ല, പരിഭവങ്ങളില്ല. സ്വാർത്ഥതയില്ലാത്ത സ്നേഹത്തോടെ ഇനിയും മുളപൊട്ടാത്ത പ്രണയത്തിലേക്ക് ഒരുപക്ഷെ മരണത്തോളം ദൂരമുണ്ടാവും. എങ്കിലും ഇനിയുള്ള ജന്മം ആ പ്രണയം മാത്രം നൽകി അനുഗ്രഹിച്ചാൽ മതിയാവും.